രാവിലെ തന്നെ ഷാനവാസും ആദിലയും നൂറയും കൂടി അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈവിൽ. അനീഷിന് പുതിയതായിട്ടൊരു പേരിടുകയുണ്ടായി ഇവർ. അനീഷ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്, ആവശ്യമില്ലാത്ത പേരുകളൊന്നും ഇടരുത്. ഇപ്പം ആദിലയും നൂറയും കൂടെ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ അത് അക്ബർ ഏറ്റെടുത്തു. ഇപ്പോൾ ദാണ്ട ഷാനവാസും എൻ്റെ പുറകെ വരുന്നു. നിങ്ങളെല്ലാം കൂടെ മനഃപൂർവ്വം എന്നെ ഇങ്ങനെ ഇതാക്കുന്നതാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഗെയിം പ്ലാൻ എന്തുവാണെന്നുള്ളത്. രാവിലെ സുപ്രഭാതം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരാളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തുവാണ് കിട്ടുന്നത്? അപ്പോൾ 2 ദിവസം മുന്നേ മുതലേ തുടങ്ങിയതാണ് ആദിലയും നൂറയും ഷാനവാസും കൂടി. അത് ഒരു ജഡ്ജ് ചെയ്ത സമയത്ത് ആദിലയുടെയും നൂറയുടെയും ടീമിന് അനീഷ് വിജയമായി പ്രഖ്യാപിച്ചില്ല എന്നുള്ള ഒരു വൈരാഗ്യം ഇവരുടെ മനസ്സിലുണ്ട്. അന്ന് മുതലാണ് ഇവർ അനീഷിൻ്റെ പുറകെ കിടന്നിട്ട് ഇങ്ങനെ ശല്യം ചെയ്യാൻ തുടങ്ങിയത്. നൂറ പറയുന്നുണ്ട്, ചേട്ടന് കഴുത, ചെറ്റ, അങ്ങനെ പല പേരുകളും മറ്റുള്ളവരെ വിളിക്കാം, പക്ഷേ ചേട്ടനെ ഞങ്ങൾ എന്തെങ്കിലും വിളിക്കുമ്പോഴാണ് തെറ്റ്. അപ്പോൾ ഷാനവാസ് പറയുന്നത് അത് രണ്ട് നീതിയല്ലേ. അപ്പോൾ അനീഷ് അതിന് മറുപടി പറയുന്നു, ഞാൻ എൻ്റെ വാക്കുകൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തെറ്റുകൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അത് ഞാൻ നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ നീ ഇങ്ങനെ പറയരുതെന്ന്? അപ്പം നീ എന്താ പറഞ്ഞേ? അപ്പം ആദില പറയുന്നത് നന്നാവട്ടെ സുപ്രൂട്ടൻ. ഷാനവാസും പറയുന്നത് സുപ്രൂട്ടൻ നീ നന്നായിക്കോളും. അപ്പോൾ വീണ്ടും ആ പേര് തന്നെ ഇവർ പറയുകയാണ് അനീഷിന് ദേഷ്യം വരാൻ വേണ്ടി. 100% എനിക്ക് നന്നാവാൻ പറ്റില്ല, എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പം ആദില പറയുന്നത് ഇത് മതി സുപ്രൂട്ട, ഇങ്ങനെ നന്നായാൽ മതി കേട്ടോ, സുപ്രൂട്ടൻ ഇങ്ങനെ നന്നായാൽ മതി. ഷാനവാസ് പറയുന്നുണ്ട്, നീ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും കൂടി നിർത്തണം, എന്നാലേ ഇത് ശരിയാവുകയുള്ളൂ. അപ്പം അനീഷ് പറയുന്നുണ്ട്, ഞാൻ ആരെയും തെറ്റിദ്ധരിപ്പിക്കുന്നില്ല. അപ്പം ബിന്നി ചോദിക്കുന്നുണ്ട്, ചേട്ടന് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് ചേട്ടൻ പറയുന്നുണ്ട്, ഏത് കാര്യത്തിലാണ് ചേട്ടന് തെറ്റ് പറ്റിയെന്ന് പറയാൻ പറ്റുമോ? അപ്പം അനീഷ് പറയുന്നത്, ചില അവസരത്തിൽ ഞാൻ ചില വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, അത് എൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റിയായിട്ട് എനിക്ക് നല്ലതായിട്ട് അറിയാം. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, എന്നാൽ ചേട്ടൻ അതിന് സോറി പറ. അപ്പോൾ അനീഷ് പറയുന്നത്, അതിന് സോറി പറയേണ്ടെന്ന കാര്യമൊന്നുമില്ല. അപ്പോഴത്തേന് എല്ലാവരുടെ ഭയങ്കര ബഹളമായി. അനീഷിനോട് സോറി പറയാൻ പറഞ്ഞിട്ട്, തെറ്റ് ചെയ്തെങ്കിൽ പിന്നെ സോറി പറഞ്ഞാൽ എന്താ പ്രശ്നം, സോറി എന്തുകൊണ്ട് പറയത്തില്ല? അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, സോറി പറയേണ്ടെന്ന തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞത് അവരെ അർഹിക്കുന്നുണ്ട്, അർഹിക്കുന്നവരെയാണ് ഞാനത് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് സോറി ഞാൻ പറയത്തില്ല, സോറി പറയേണ്ടെന്ന് യാതൊരു കാര്യമില്ലെന്ന് കടുത്ത ഭാഷയിൽ തന്നെ അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുകയാണ്, അപ്പം ഞങ്ങൾ ഈ തമാശകൾ നിർത്തേണ്ടുന്ന യാതൊരു കാര്യവുമില്ല. അപ്പോൾ അനീഷ് പറയുന്നത്, ഇതെനിക്ക് തമാശയായിട്ട് തോന്നുന്നില്ല. രാവിലെ ഒരു സുപ്രഭാതം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ഇങ്ങനെ നല്ലതായിട്ടിരിക്കേണ്ടുന്ന ഒരു സമയമാണ് രാവിലെ. നിങ്ങളെന്താണ് ഈ ചെയ്യുന്നത്? നൂറയും ആദിലയും ഷാനവാസും കൂടി വീണ്ടും അനീഷിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നൂറ പറയുന്നുണ്ട്, ചേട്ടൻ അങ്ങനെയൊക്കെ പറയാം, പക്ഷെ ഞങ്ങളൊന്നും പറയാൻ പാടില്ല, അത് ഇവിടുത്തെ ന്യായമാണ്. അപ്പോൾ ആദില പറയുന്നുണ്ട്, ഷാനവാസുക്ക ഇനി നമുക്ക് സുപ്രൂട്ടനെ അങ്ങനെ വിളിക്കരുത് കേട്ടോ. അപ്പോൾ ഷാനവാസ് പറയുന്നു, സുപ്രൂട്ടൻ സൂപ്പർ അല്ലേ, നമ്മൾ സുപ്രൂട്ടനെ സുപ്രൂട്ടാന്ന് വിളിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെയൊക്കെ സ്ട്രാറ്റജി മനസ്സിലായി. നിങ്ങൾ പതുക്കെ ഇൻജെക്റ്റ് ചെയ്ത് ഒരാളിലേക്ക് പോയി അടുത്ത ആളിലേക്ക് പോയി ഇതെന്താണെന്ന് ഇതിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് എനിക്ക് നല്ലതായിട്ട് മനസ്സിലായെന്ന് അനീഷ് പറയുന്നു. കാരണം ആദ്യം ആദിലയും നൂറയും കൂടെ തുടങ്ങി, പിന്നെ അത് അക്ബർ ഏറ്റെടുത്തു, ഇപ്പോൾ ഷാനവാസ് അത് ഏറ്റെടുത്തു, അങ്ങനെ ഓരോരുത്തരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെ ഡൗൺ ആക്കാൻ വേണ്ടി. ഇവിടെ എന്തൊക്കെ നടക്കുന്നു അതൊക്കെ പ്ലാൻ ചെയ്തുണ്ടാക്കുന്നതാണെന്ന് അനീഷ് പറയുന്നു. എനിക്കിതെല്ലാം മനസ്സിലായി. നീ നാട്ടുകാർക്ക് മൊത്തമാണ് ഇൻജെക്റ്റ് ചെയ്യുന്നത്, ഞങ്ങൾ ഈ ഹൗസ് മേറ്റ്സിന് മാത്രമാണ് ഇൻജെക്റ്റ് ചെയ്യുന്നതെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ഇതെല്ലാം പ്ലാൻ ചെയ്തുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇഷ്ടമാണ് സ്നേഹമാണെന്നൊക്കെ പറയുകയും ചെയ്യും. ഇതെല്ലാം എനിക്ക് മനസ്സിലായി. പിന്നെ നിന്നെ ഞാൻ ആ പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അതിനെ അർഹിക്കുന്നുവെന്ന് ഷാനവാസിനോട് കടുത്ത സ്വരത്തിൽ തന്നെ അനീഷ് പറയുന്നുണ്ട്. എന്നിട്ട് ആദിലയും നൂറയും അപ്പോഴും സുപ്രൂട്ടൻ എന്ന് അനീഷിനെ വിളിച്ച് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.